ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പയും മീൻ മുളകിട്ടതുമാണ്. ഞാൻ കപ്പ തോട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് വെട്ടി അടുപ്പത്ത് വെക്കാം. കപ്പ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ മീൻ കറി ഒന്ന് ശരിയാക്കാം. അതിനുള്ള പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ഒരു സവാള. ഇനി ഈ സവാള ഒന്ന് കൊത്തി അരിയണം, ഇത് ഇഞ്ചി അരിയണം, വെളുത്തുള്ളി ഒന്ന് കീറി എടുക്കണം, പച്ചമുളക് ഇത് റെഡിയാക്കാം. മീൻ കറി ഒന്ന് തയ്യാറാക്കി എടുക്കാം. സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുടംപുളി ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, പച്ച ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്കുള്ള കൂട്ട് എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടു, മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കണം. പുളി ഇത്രയും വേണ്ട, ഭയങ്കര പുളിയുള്ളത് കൊണ്ട് കുറച്ചിട്ട് നോക്കാം. പാകത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് കുടംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുള്ളി മുളകെല്ലാം പാകത്തിന് ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് തിളയ്ക്കാം. നന്നായിട്ട് കഴുകി എടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുരിങ്ങക്കോല് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് നല്ല ഒരു അടുപ്പും കൂടെ കത്തിച്ചിട്ട് കപ്പ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കപ്പയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. പച്ചമുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയൊരു പീസ്, വലിയൊരു ഇത് ചെറിയ പീസായതുകൊണ്ട് ഇങ്ങനെ എടുത്തത്. വലിയ പീസാണെങ്കിൽ 1 എണ്ണം, ഒരു ഇഞ്ചിൻ്റെയൊക്കെ അത്ര വേണം. പിന്നെ വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. കപ്പ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 3 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് വേകണം. ഇത് നമുക്ക് അടച്ചു വെച്ചു. റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് റെഡിയായി വാങ്ങാനായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. കപ്പ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഊറ്റിയെടുക്കാം. റെഡിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് റെഡിയാക്കുന്ന ഒരു പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് തേങ്ങ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് പ്ലേറ്റിലോട്ട് എടുക്കാം. മീൻകറി റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ കപ്പ പുഴുങ്ങിയാൽ നമുക്ക് കറി വേണമല്ലോ. ഇത് കറി പോലും ഇല്ലാതെ കഴിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമസ്കാരം.